സഹകാരി റൈസ് പ്ലസിലെ കെമിസ്ട്രിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, ഏതൊക്കെ ഫുഡ് പ്രിസർവേറ്റീവായി എന്തൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കിതിൽ പഠിക്കാനുള്ളൂ. ആ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള സ്കോർ ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നമ്മൾ പറയാൻ പോകുന്ന കാര്യം കെമിക്കൽസ് ഇൻ ഫുഡാണ്. അപ്പോൾ ഫുഡിൽ കാണപ്പെടുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യം മനസ്സിലാക്കുക, കെമിക്കൽസ് എന്തിനാണ് ഫുഡിൽ ആഡ് ചെയ്യുന്നത്? എന്തിനാണ് കെമിക്കൽസ് ഫുഡിൽ ആഡ് ചെയ്യുന്നത്? നമുക്ക് സംശയമില്ലാതെ പറയാം, പ്രിസർവേഷൻ. നമ്മൾ മാങ്ങ എന്ന് പറയുന്ന സാധനം അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ 2, 3, 4 മാസം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ പറയുന്ന മാങ്ങ എന്ന് പറയുന്ന സാധനം 4, 5 മാസത്തേക്ക് പ്രിസർവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മാങ്ങ അച്ചാർ കഴിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഇനി അതിൻ്റെ അപ്പീൽ എൻഹാൻസ് ചെയ്യാൻ, അപ്പീൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മണമാകാം, മണം കൂട്ടാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ സ്വാദ് കൂട്ടാൻ വേണ്ടിയാകാം. അതിൻ്റെ അപ്പീൽ എൻഹാൻസ് ചെയ്യാൻ ആഡ് ചെയ്യാം. മൂന്നാമത് അതിലെ ന്യൂട്രിറ്റീവ് വാല്യൂ, അതിലെ ഘടകങ്ങൾ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയാകാം എന്ത് ആഡ് ചെയ്തത്? കെമിക്കൽസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കെമിക്കൽസ് ഇൻ ഫുഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായും കെമിക്കൽസ് ആഡ് ചെയ്യുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അവ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി, പ്രിസർവേഷന് വേണ്ടി, ഒട്ടേറെ കാലം നിലനിർത്തുന്നതിന് വേണ്ടി. 2, അതിൻ്റെ അപ്പീൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, അത് കാണുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മണം കൂട്ടുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സ്വാദ് കൂട്ടുന്നതിന് വേണ്ടിയായിരിക്കാം. മൂന്നാമത് ന്യൂട്രിറ്റീവ് വാല്യൂ, ന്യൂട്രീഷൻ വാല്യൂ, അതിൽ നിന്നുണ്ടാകുന്ന കലോറിഫിക്കൽ വാല്യൂ, അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻസിൻ്റെ വാല്യൂ കാരണം പ്രോട്ടീൻസോ വിറ്റാമിൻസോ അങ്ങനെയുള്ള ന്യൂട്രിറ്റീവ് ആയിട്ട് വരുന്ന വാല്യൂസിന് മാറ്റം വരുത്താൻ. അപ്പോൾ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തിനാണ് ഒരു ഫുഡിലേക്ക് കെമിക്കൽസ് ആഡ് ചെയ്യുന്നത്? 3 കാര്യങ്ങൾ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കുന്നു. പ്രിസർവേഷന് വേണ്ടിയാകാം, അതിൻ്റെ അപ്പീൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ന്യൂട്രിറ്റീവ് വാല്യൂ മാറ്റുന്നതിന് വേണ്ടിയാകാം. ആദ്യത്തെ കാര്യം എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് പറയുന്ന കാര്യം, നമ്മൾ പ്രധാനമായും ഫുഡ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഫുഡ് അഡിറ്റീവ്സിൽ ആഡ് ചെയ്യുന്ന കാറ്റഗറീസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫുഡ് കളേഴ്സ് ആകാം, ഫുഡിൽ ആഡ് ചെയ്യുന്ന കളേഴ്സ് ആകാം. 2, ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ സ്വീറ്റ്നെസ് ആണല്ലോ. നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ വേണമെങ്കിൽ എന്തെങ്കിലും ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്വീറ്റ്നെസ് ആയിരിക്കാം, മധുരം കൂടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സാധനങ്ങളാകാം, അല്ലെങ്കിൽ ഫാറ്റിനെ എമൽസിഫയേഴ്സ് ആകാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഏജൻസികളാകാം. ഇനി ആ ഫ്ലോറിനെ ഇംപ്രൂവർ ചെയ്യുന്ന സാധനങ്ങളാകാം, ബ്ലീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ആൻറ്റി സ്റ്റിലിംഗ് ഏജൻസ് ആകാം, അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ആകാം, അതിൽ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യുന്ന ആളുകളാകാം, പ്രിസർവേറ്റീവുകളാകാം, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആകാം, മിനറൽസ് ആകാം, വിറ്റാമിൻസ് ആകാം, അമിനോ ആസിഡ് ആകാം. നേരത്തെ പറഞ്ഞ കാര്യത്തെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ കാറ്റഗറീസ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് കളേഴ്സ് പറയാം, ഫ്ലേവേഴ്സ് ആൻഡ് സ്വീറ്റ്നെസ് പറയാം, ഫാറ്റ് എമൽസിഫിക്കേഷൻ ആകാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആളുകളാകാം, അതിനെ ഇംപ്രൂവ് ചെയ്യുന്ന ബ്ലീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളാകാം, പ്രിസർവേറ്റീവുകളാകാം, മിനറൽസോ വിറ്റാമിൻസോ അമിനോ ആസിഡുകളാകാം. ഇതെല്ലാം തന്നെ ഫുഡ് അഡിറ്റീവ്സിൻ്റെ മെയിൻ കാറ്റഗറീസിൽ വരുന്നവയാണ്. കൃത്യമായി ഇതൊരു ധാരണ ഉണ്ടാകാം. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ സ്വീറ്റ്നെസ് പഠിക്കാനുണ്ട്, പ്രിസർവേറ്റീവ്സ് പഠിക്കാനുണ്ട്. ബാക്കിയുള്ള ഫാറ്റ് എമൽസിഫിക്കേഷനിലേക്കോ ഫ്ലോർ ഇംപ്രൂവേഴ്സിലേക്കോ ഈ ആൻറ്റി ഓക്സിഡൻസിലേക്കോ നമ്മൾ പോകുന്നില്ല. നമ്മൾ പ്രധാനമായും ഡീൽ ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഫുഡ് കളേഴ്സ്, രണ്ടാമത് പ്രിസർവേറ്റീവ്സ്. ഈ 2 കാര്യങ്ങളും എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സ്വീറ്റ്നെസ്. അപ്പോൾ എന്താണ് ഒരു കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഫുഡ് എങ്ങനെ പ്രിസർവ് ചെയ്യാമെന്നും ഫുഡിൻ്റെ സ്വീറ്റ്നെസ് എങ്ങനെ കൂട്ടാമെന്നും അവിടുത്തെ ആൻറ്റി ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി എങ്ങനെ മാറ്റാമെന്നും അതെങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാമെന്നും ഫാറ്റിനെ എങ്ങനെ എമൽസിഫിക്കേഷൻ നടത്താമെന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ 2 കാര്യങ്ങൾക്കാണ് കൂടുതലായി പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്. ഒന്ന് സ്വീറ്റ്നെസ്, രണ്ടാമത് പ്രിസർവേറ്റീവ്സ്. അപ്പം എന്താണ് സ്വീറ്റ്നെസ്?
അല്ലെങ്കിൽ എന്താണ് സ്വീറ്റ്നസ്? ശ്രദ്ധിക്കുക, നമ്മൾ നാച്ചുറലായി കാണപ്പെടുന്ന സൂക്രോസ് പോലുള്ള അല്ലെങ്കിൽ കേൻ ഷുഗർ പോലുള്ള സ്വീറ്റ്നസിന് കലോറി ഇൻടേക്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആര് പ്രിഫർ ചെയ്യുന്നില്ല? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് കലോറിഫിക് ഇൻടേക്ക് വളരെ കുറവായത് കാരണം ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പോലും ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് കഴിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് എന്ന് പറയുന്നത് സൂക്രേസിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. നമ്മൾ നാച്ചുറലി കിട്ടുന്ന സ്വീറ്റ്നസിന് ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻടേക്ക് കാരണം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത് കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അവിടെ കലോറി ഇൻടേക്ക് കുറവാകും. എന്ത് കുറവായിരിക്കും? അത് കൊടുക്കുന്ന കലോറി ഇൻടേക്ക് കുറവായത് കാരണം ഡയബറ്റിക് പേഷ്യൻസിനും ഇവ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്രോസിനേക്കാൾ പല മടങ്ങ് സ്വീറ്റ്നസ് കൂടിയ സാധനങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നാച്ചുറൽ സ്വീറ്റ്നസിന് പറ്റാത്ത സാഹചര്യങ്ങൾ, കലോറി ഇൻടേക്ക് വളരെ കുറയുന്ന അല്ലെങ്കിൽ സ്വീറ്റ്നസ് വളരെ കൂടിയ ഒട്ടേറെ സ്വീറ്റ്നസ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്വീറ്റ്നസ് ആണ് നമുക്ക് ഇതിനടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എപ്പോഴും ആലോചിച്ചിരിക്കുക, സ്വീറ്റ്നസ് എന്ന് പറയുന്നത് മധുരം കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാച്ചുറലി കിട്ടുന്ന സൂക്രോസ് എന്ന് പറയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൽ കലോറി ഇൻടേക്ക് വളരെ കൂടുതലായതുകൊണ്ട് ആരും പ്രിഫർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡയബറ്റിക് പേഷ്യൻസിന് ഈ കലോറി ഇൻടേക്ക് കുറവായിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് പറയും. അപ്പോൾ ഇവ സൂക്രോസിനെക്കാട്ടിയും മധുരം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? വളരെ കൂടുതലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആയിട്ട് പറയാൻ പോകുന്നത് സാക്കറിൻ ആണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഓർത്തോസൾഫോബെൻസമൈഡ്. അപ്പോൾ സാക്കറിൻ അറിയപ്പെടുന്ന പേരെന്താ? ഓർത്തോസൾഫോബെൻസമൈഡ്. ദ ഫസ്റ്റ് പോപ്പുലർ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ് ആണ് ഈ പറയുന്ന സാക്കറിൻ എന്ന് പറയുന്നത്. അത് 550 തവണ നമ്മുടെ സൂക്രോസ് എന്ന് പറയുന്ന 500 കെയിൻ ഷുഗറിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ 550 മടങ്ങ് മധുരമുള്ളൊരു സാധനമാണ് എന്തോന്ന്? സാക്കറിൻ എന്ന് പറയുന്നത്. ആ ടൈംസ് ഓർത്ത് വെച്ചിരിക്കുക. എത്ര ടൈംസ്? 550 ടൈംസ്. നമ്മുടെ കെയിൻ ഷുഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ 550 മടങ്ങ് മധുരം കൂടിയിട്ടുള്ള സാധനമാണ് എന്തോന്ന്? സാക്കറിൻ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് അസ്പാർട്ടേം എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾഡ് ഫുഡ്സിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും മാത്രമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ 100 ടൈംസ് എന്തുവാണ്? നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് കൂടിയ സാധനമാണ് ഈ അസ്പാർട്ടേം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ടെമ്പറേച്ചറിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സാധനം കൂടിയാണെന്ത്? ഈ അസ്പാർട്ടേം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻ്റാണ് അസ്പാർട്ടേം എന്ന് പറയുന്നത്. നമ്മുടെ സൂക്രോസുമായി കമ്പയർ ചെയ്യുമ്പോൾ 100 ഇരട്ടി എന്താണ്? 100 മടങ്ങ് സ്വീറ്റ്നസ് കൂടുതലാണ് ഇവയ്ക്ക്. കോൾഡ് ഫുഡ്സിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും മാത്രം ഉപയോഗിക്കുന്നവയാണ്. കുക്കിംഗ് ടെമ്പറേച്ചറിൽ ഇവ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. കുക്കിംഗ് ടെമ്പറേച്ചറിൽ ഇവ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇനി അടുത്ത് പറയുന്നത് സൂക്രലോസ് ആണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് മറക്കരുത്, അത് സൂക്രോസ് ആണ്, ഇത് സൂക്രലോസ് ആണ്, മാറിപ്പോരുത്. സാക്കറിൻ എന്ന് പറയുന്നതും അസ്പാർട്ടേം എന്ന് പറയുന്നതും സൂക്രലോസ് എന്ന് പറയുന്നതും എല്ലാം സൂക്രലോസും തിരിഞ്ഞു പോകരുത്. ഞാൻ എപ്പോഴെങ്കിലും സൂക്രലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയേക്കണം. സൂക്രലോസ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ് എന്ത്? സൂക്രലോസ്. സൂക്രോസ് ആണ് നമ്മുടെ കെയിൻ ഷുഗർ എന്നറിയപ്പെടുന്നത് നാച്ചുറൽ സ്വീറ്റ്നർ ആണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ക്ലോറോ ഡെറിവേറ്റീവ്സ് ഓഫ് സൂക്രോസ് ആണ്. നമ്മുടെ സൂക്രോസിന്റെ ക്ലോറോ ഡെറിവേറ്റീവ്സിനെ വിളിക്കുന്ന പേരാണ് സൂക്രലോസ്. ഇത് കുക്കിംഗ് ടെമ്പറേച്ചറിൽ വളരെ സ്റ്റേബിൾ ആണ്. ഇനി ലാസ്റ്റ് പറയുന്ന സാധനം അലീറ്റേം ആണ്. അലീറ്റേം ഏതാണ്ട് 2000 ടൈംസ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? സൂക്രോസുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്വീറ്റ്നസ് കാണിക്കുന്ന സാധനമാണ്. ഈ പേരുകൾ മറക്കരുത്. സാക്കറിൻ, അസ്പാർട്ടേം, സൂക്രലോസ്, അലീറ്റേം. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുക, ഐഡന്റിഫൈ ദ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഫ്രം ദിസ്. ഇല്ല, അല്ലെങ്കിൽ ചോദിക്കാം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിൽ ഏതിനാണ് സ്വീറ്റ്നസ് കൂടുതൽ, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഓരോന്നും ഈ ഒരു ഓർഡർ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വീറ്റ്നസ് കാണിക്കുന്നത് ആരാണ്? അലീറ്റേം ആണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ആരാണ്?
ആരാണ്? സൂക്രലോസ് ആണ്. അത് കഴിഞ്ഞ് ആരാണ്? സാക്കറിൻ ആണ്. അത് കഴിഞ്ഞ് ആരാണ്? അസ്പാർട്ടേം ആണ്. ഈ ഒരു ഡിസെൻഡിങ് ഓർഡർ എങ്കിലും നിങ്ങൾ കൃത്യമായി ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. സ്വീറ്റ്നെസ് എന്താണ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ സൂക്രോസ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അവയ്ക്ക് കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ കലോറിക് ഇൻടേക്ക് എന്ന് പറയുന്ന സാധനം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസിന്റെ പേര് ഏതൊക്കെയാണ്? സാക്കറിൻ, അസ്പാർട്ടേം, സൂക്രലോസ്, അലീറ്റേം. ഓക്കെ, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്ട്രക്ചേഴ്സിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. പക്ഷേ ഈ ഒരു ചെറിയ സ്ട്രക്ചർ നോക്കി വെച്ചേക്കുക. SO2 NHCO ലിങ്കേജ് വരുന്ന 550 മടങ്ങ് സ്വീറ്റ്നെസ് കാണിക്കുന്ന സാക്കറിൻ്റെ വലിയ സ്ട്രക്ചേഴ്സ്, വലിയ കോംപ്ലക്സ് ആയ സ്ട്രക്ചർ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, CONH-SO2 വരുന്ന സിമ്പിൾ സ്ട്രക്ചറാണ് സാക്കറിൻ. മറ്റൊന്ന് അസ്പാർട്ടേം എടുത്ത് കഴിഞ്ഞാൽ അസ്പാർട്ടിക് ആസിഡ് പാർട്ടും ഉണ്ട്, ഫീനൈൽ അലനിൻ മീഥൈൽ എസ്റ്റർ പാർട്ടും ഉണ്ട്. അത് രണ്ടും നോക്കി വെച്ചേക്കുക. ഈ രണ്ട് സിമ്പിൾ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സാക്കറിനിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്? CONH-SO2 എന്നും ഈ പറയുന്ന അസ്പാർട്ടേമിലുള്ള അസ്പാർട്ടിക് ആസിഡ് പാർട്ടും ഫീനൈൽ അലാനിൻ മീഥൈൽ എസ്റ്റർ പാർട്ടും എന്താണ് എന്നുള്ള കാര്യവും നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസിങ് ഏജൻസിൽ എന്തുമാത്രം എത്ര മടങ്ങ് സ്വീറ്റ്നെസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത്. 100, സാക്കറിൻ 550 തവണ, സൂക്രലോസ് 600 തവണ, അലീറ്റേം 2000 മടങ്ങ്. അപ്പോൾ നമ്മൾ ഇത് ഇൻക്രീസിങ് ഓർഡർ ആണ്. അപ്പോൾ ഏറ്റവും കുറവ് അസ്പാർട്ടേം, അത് കഴിഞ്ഞ് സാക്കറിൻ, അത് കഴിഞ്ഞ് സൂക്രലോസ്, അത് കഴിഞ്ഞ് അലീറ്റേം. ഇതൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി പറയാൻ പോകുന്ന ഫുഡ് പ്രിസർവേറ്റീവ്സ്. എന്താണ്? ഫുഡ് പ്രിസർവേറ്റീവ്സ്. എന്തിനാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും സംശയമില്ലാതെ അറിയാം. എന്താണ് പ്രിസർവേറ്റീവ്സ്? ഒരു ഫുഡ് സ്പോയിലാകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. അതിലുണ്ടാകുന്ന മൈക്രോബിയൽ ഗ്രോത്തിനെ അവോയ്ഡ് ചെയ്ത് അവ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്നവയെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ഫുഡ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ കോമൺലി ഉപയോഗിക്കുന്ന ഫുഡ് പ്രിസർവേറ്റീവ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോഡിയം ബെൻസോയേറ്റ്, ടേബിൾ സോൾട്ട്, ഷുഗർ ആൻഡ് വെജിറ്റബിൾ ഓയിൽസ് ആണ്. മറക്കരുത്, ഷുഗർ, ടേബിൾ സോൾട്ട്, സോഡിയം ബെൻസോയേറ്റ്, വെജിറ്റബിൾ ഓയിൽസ്. ഈ 4 കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് പ്രിസർവേറ്റീവ്സ്. വെജിറ്റബിൾ ഓയിൽസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ഷുഗർ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ടേബിൾ സോൾട്ട്, വെജിറ്റബിൾ ഓയിൽസ്, ഷുഗർ, ടേബിൾ സോൾട്ട്, നെക്സ്റ്റ് വൺ സോഡിയം ബെൻസോയേറ്റ്. മറക്കരുത്, ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായി ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയി ഉപയോഗിക്കുക. ഇനി അടുത്ത് പറയുന്നത് ആന്റി ഓക്സിഡൻസ് ആണ്. എന്താണ് ആന്റി ഓക്സിഡൻസ്? ശ്രദ്ധിക്കുക, ഇവ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are food additives that help in food preservation by retarding the action of oxygen on food. ഫുഡിൽ ഓക്സിജൻ ആക്ട് ചെയ്യുന്നത് തടഞ്ഞ് ഫുഡിനെ പ്രിസർവ് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ആന്റി ഓക്സിഡൻസ്. ആ പേര് തന്നെ ഉണ്ട്, അതിൽ ഉണ്ടാകുന്ന ഓക്സിഡേഷനെ തടയുന്ന ആളുകൾ ആന്റി ഓക്സിഡൻസ്. ഇനി പറയുന്ന മറ്റൊരു കാര്യം, ദേ ആർ വെരി റിയാക്റ്റീവ് ടുവേർഡ്സ് ഓക്സിജൻ ദാൻ ദ ഫുഡ് മെറ്റീരിയൽ. അവ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവയാണ് എന്തുമായി കൂടുതൽ റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളവ? ഓക്സിജനുമായി കൂടുതൽ റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളവ. കൃത്യമായി മനസ്സിലാക്കുക, ഞാൻ ഈ ഫുഡ് മെറ്റീരിയലിൽ ഈ പറയുന്ന ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഫുഡ് മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായി റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആരുടെടുത്താണ്? ഈ ആന്റി ഓക്സിഡൻസും ആയിട്ടാണ്. അപ്പോൾ എന്ത് പ്രിസർവ് ചെയ്യപ്പെടും? ഫുഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യപ്പെടും? പ്രിസർവ് ചെയ്യപ്പെടും. അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഏതൊക്കെയാണ്? എക്സാമ്പിൾ, ബ്യൂട്ടലേറ്റഡ് ഹൈഡ്രോക്സൈൽ ടൊല്യൂൻ, BHT, ബ്യൂട്ടലേറ്റഡ് ഹൈഡ്രോക്സൈൽ ടൊല്യൂൻ, BHT, ബ്യൂട്ടലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ, BHA. ഈ 2 കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആന്റി ഓക്സിഡൻസ് ആയി നമ്മൾ പറയുക? ബ്യൂട്ടലേറ്റഡ് ഹൈഡ്രോക്സി ടൊല്യൂനും ബ്യൂട്ടലേറ്റഡ് ഹൈഡ്രോക്സി അനിസോളും, BHTയും BHAയും. ഓക്കെ, ഇനി പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ BHA എന്ന് പറയുന്ന ഈ പറയുന്ന ആന്റി ഓക്സിഡന്റ് ബട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഇൻക്രീസസ് ഇറ്റ്സ് ഷെൽഫ് ലൈഫ് ഫ്രോം മന്ത്സ് ടു ഇയേഴ്സ്, മാസങ്ങളിൽ നിന്ന് വർഷങ്ങളിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി സംടൈംസ് BHT and BHA along with citric acid are added to produce more effect. ചില സമയങ്ങളിൽ നമ്മൾ എന്ത് മാത്രമല്ല ആഡ് ചെയ്യുന്നത്, BHT മാത്രമല്ല BHAയും ആഡ് ചെയ്യുന്നുണ്ട്. എന്തിന്? അതിൻ്റെ എഫക്റ്റ് കൂട്ടുന്നതിനായി വേണ്ടി.
ഇനി സൾഫർ ഡയോക്സൈഡും സൾഫൈറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? വൈൻസിന്റെ ആന്റി ഓക്സിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫൈറ്റ്. സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫൈറ്റ് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? എന്തിന്റെ? വൈനിന്റെ ആന്റി ഓക്സിഡൻസ് ആയി ഉപയോഗിക്കുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡും സൾഫൈറ്റും വൈനിന്റെ ആന്റി ഓക്സിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വൈൻസ് മാത്രമല്ല, ബിയർ, ഷുഗർ സിറപ്സ് ആൻഡ് കട്ട് പീൽഡ് ഓർ ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഇതിന് വെജിറ്റബിൾസ്, ഇവയ്ക്കെല്ലാത്തിനും തന്നെ എന്താണ്? സൾഫർ ഡയോക്സൈഡും സൾഫൈറ്റുകളും എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ആന്റി ഓക്സിഡൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ BHA, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊല്യൂൻ ഓർത്തിരിക്കുക, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ ഓർത്തിരിക്കുക. BHAയും BTയും. അത് മാത്രമല്ല, സൾഫർ ഡയോക്സൈഡ്സും സൾഫൈറ്റ്സും നമ്മൾ എന്തായി ഉപയോഗിക്കാറുണ്ട്? ആന്റി ഓക്സിഡൻസ് ആയി ഉപയോഗിക്കാറുണ്ട്. ആന്റി ഓക്സിഡൻസ് ആയി ഉപയോഗിക്കാറുണ്ട്. നോക്കി വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ സ്വീറ്റ്നസിന്റെ ഓർഡർ ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ആന്റി ഓക്സിഡൻസിന്റെ പേരെന്തൊക്കെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കെമിക്കൽസ് ഇൻ ഫുഡിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്, 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. സ്വീറ്റനിങ് ഏജൻസും സ്വീറ്റ്നേഴ്സും, അതിനുശേഷം ഫുഡ് പ്രിസർവേറ്റീവ്സും. സ്വീറ്റ്നസ് പറഞ്ഞു, സ്വീറ്റ്നസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓരോന്നും എത്ര മടങ്ങാണെന്ന് അറിഞ്ഞിരിക്കുക. 2 സ്ട്രക്ചർ മാത്രം അറിഞ്ഞിരിക്കുക. സാക്കറിനും അസ്പാർട്ടയും മാത്രം സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ഫുഡ് പ്രിസർവേറ്റീവ്സ് പറഞ്ഞു, അതിൽ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക. അതിനുശേഷം ആന്റി ഓക്സിഡൻസ് പറഞ്ഞു, അതിൽ BHA എന്താണ്, BHT എന്താണ്, സൾഫർ ഡയോക്സൈഡ് എന്താണ്, സൾഫൈറ്റ് എന്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൃത്യമായി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാറ്റഗറി ഓഫ് ഫുഡ് അഡിറ്റീവ്സ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് ദ അപ്പിയറൻസ് ഓഫ് ഫുഡ്? ഒരു ഫുഡിൻ്റെ അപ്പിയറൻസ് മാറുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം എന്താണ്? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. ഫുഡിൽ ആഡ് ചെയ്യുന്ന സാധനം കളേഴ്സാണ്. ഫുഡ് കളേഴ്സാണ് അതിൻ്റെ അപ്പിയറൻസ് മാറാൻ വേണ്ടി സഹായിക്കുന്നത്. ഫ്ലേവേഴ്സോ സ്വീറ്റ്നസോ അല്ല. അതൊരിക്കലും അതിൻ്റെ അപ്പിയറൻസ് മാറ്റാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഫാറ്റ് എമൽസിഫയേഴ്സോ, ഫാറ്റിനില്ലാതാക്കുന്ന സ്റ്റെബിലൈസ് ചെയ്യുന്ന ആൻറ്റുകളോ അല്ലെങ്കിൽ ആൻറ്റിസ്റ്റാലിംഗ് ഏജൻറ്റുകളോ ബ്ലീച്ചസോ അല്ല. ഇനി which category of food additives is used for increase the shelf life of? നമ്മൾ നേരത്തെ പറഞ്ഞു ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി സഹായിച്ച സാധനം എന്താണെന്നുള്ള കാര്യം അറിയാം. They are preservatives, ആന്റി ഓക്സിഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Which natural sweetener adds to calorie intake? Calorie intake കൂട്ടുന്ന natural sweetener ഏതാണ് എന്ന് ചോദിച്ചാൽ, saccharin is an artificial sweetener, aspartame is an artificial sweetener, allicin is an artificial sweetener, sucrose is a natural sweetener. ഏതാണ് ആ natural sweetener? ഏതാണ്? sucrose. Which artificial sweetener is roughly 550 times sweeter than cane sugar? Cane sugarുമായി കമ്പയർ ചെയ്യുമ്പോൾ 550 മടങ്ങ് മധുരം കൂടിയ സാധനം എന്താണെന്നുള്ള കാര്യം അറിയാം. സാക്കറിൻ. Which artificial sweetener is the most successfully and widely used? കാരണം ഇതാ 100 മടങ്ങ് മാത്രം കാണിക്കുന്ന അസ്പാർട്ടേമാണ് നമ്മൾ സാധാരണയായി വൈഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Which artificial sweetener is the methyl ester of dipeptide formed by the aspartic acid and ഞാൻ പറഞ്ഞു അസ്പാർട്ടിക് ആസിഡും ഫീനൈൽ അലനിനും കണ്ടു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അത് ഏതിൻ്റെയാണ്? അസ്പാർട്ടേം. എന്തിൻ്റെയാണ്? അസ്പാർട്ടേം. അടുത്ത ചോദ്യം, which artificial sweetener is more stable than aspartame? അസ്പാർട്ടേം കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആരാണെന്ന് ചോദിച്ചാൽ ഏതാ? അലീറ്റേം ആണ്. സാക്കറിനും അസ്പാർട്ടേമും അലീറ്റേമും സൂക്രലോസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ ഏതാണത്? അലീറ്റേം ആണ്. ഓർത്തിരിക്കുക. ഇനി ഇത് ഏതാണ്? ട്രൈക്ലോറോ ഡെറിവേറ്റീവ് ഓഫ് സൂക്രോസ്. സൂക്രോസിന്റെ ട്രൈക്ലോറോ ഡെറിവേറ്റീവ് ഏതാണെന്നുള്ള ചോദ്യം. വിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഈസ് ദ ട്രൈക്ലോറോ ഡെറിവേറ്റീവ് ഓഫ് സൂക്രോസ്? അതുമായി പേര് ഒരുപോലെ സാമ്യം വരുന്നതായിരിക്കും അത്. അപ്പൊ എന്തായിരിക്കും അത്? സൂക്രലോസ്. വിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഈസ് സ്റ്റേബിൾ അറ്റ് കുക്കിംഗ് ടെമ്പറേച്ചർ? കുക്കിംഗ് ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയ സാധനം ഏതാ? സൂക്രലോസ്. മറക്കരുത്, കുക്കിംഗ് ടെമ്പറേച്ചർ സമയത്ത് സ്റ്റേബിൾ ആയ സാധനം ഏതാ? സൂക്രലോസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുക്കിംഗ് സമയത്ത് കുക്കിംഗ് ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയ സാധനം ഏതാ? സൂക്രലോസ്. Which category of food additives is used to prevent spoilage of food due to microbial growth? മൈക്രോബിയൽ ഗ്രോത്ത് കാരണം ഉണ്ടാകുന്ന ആ സ്പോയിലേജിനെ തടയാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച പേരാണ് എന്തോന്ന്? പ്രിസർവേറ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ,
Which of the following is not commonly used as a food preservative? Food preservative ആയിട്ട് ഉപയോഗിക്കാത്തവ ഇതിൽ ഏതാണ്? ടേബിൾ സോൾട്ട് ആണോ, ഷുഗർ ആണോ, വെജിറ്റബിൾ ഓയിൽ ആണോ? നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് 4 നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും കോമൺലി യൂസ് ചെയ്യുന്ന സാധനം ഏതാണ്? ഷുഗർ ആണ്. ഓക്കെ, ഇനി വിച്ച് പ്രിസർവേറ്റീവ് ഇസ് മെറ്റബോളൈസ്ഡ് ഇൻ ദ ബോഡി? നമ്മുടെ ബോഡിയിൽ മെറ്റബോളൈസ് ചെയ്യുന്ന സാധനം ഏതാ? സോഡിയം ബെൻസോയേറ്റ് ആണ്. ദാറ്റ്സ് വൈ വിച്ച് ഈസ് ബീങ് യൂസ്ഡ് ആസ് എ എന്ത് preservative? Okay, sodium benzoate, which is metabolized in our body. Which category of food additives is used to stabilize fats in food product? Food products le fats ne stabilize cheyan sahayikkunna saanam aayirikkum. Aa peru thanne vyaktamana. Adenthonathu fat emulsifiers and stabilizing agents. Fat emulsifiers and stabilizing agents. Ini cooking temperature le is stable at cooking temperature edana? Nerthe parna adhe karyamana. Edana? Sucralose. Which category of food additives is used to improve the texture and quality of flour-based product? അപ്പോൾ അതിൽ തന്നെ പേരുണ്ട്. ഫ്ലോറിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ടെക്സ്ചർ അല്ലെങ്കിൽ ക്വാളിറ്റി മാറ്റാൻ സാധിക്കുന്ന എന്തായിരിക്കും? ഫ്ലോർ ഇംപ്രൂവേഴ്സ് ആയിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ആ പേര് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ. ഇനി വിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റനർ ഈസ് എക്സ്ക്രീറ്റ് ഫ്രം ദ ബോഡി ഇൻ യൂറിൻ അൺചേഞ്ച്ഡ്? ഇത് സംശയമില്ലാതെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒന്ന് അറിഞ്ഞിരിക്കുക. Which is artificial sweetener is excreted from the body in urine unchanged? ഇതാണ് സാക്കറിൻ ആണ്, മറക്കരുത്. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? സാക്കറിൻ ആണ്. ഏതാണ്? വിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റർ ഈസ് അപ്രോക്സിമേറ്റ്ലി 100 times sweeter than cane sugar? കെയിൻ ഷുഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ 100 ഇരട്ടി മധുരമുള്ള ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പഠിപ്പിച്ച ടേബിൾ അറിയാമെങ്കിൽ എല്ലാവർക്കും അറിയാം. എന്താണത്? അസ്പാർട്ടേം. ഏറ്റവും കൂടുതൽ സ്വീറ്റ്നെസ് ഉള്ള സാധനം ഏതാ? ഞാൻ പറഞ്ഞു ഏതാണ് അസ്പാർട്ടേമിനെക്കാട്ടിയും സ്റ്റേബിളായ സാധനം? അലീറ്റേം ആണ്. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ് വീണ്ടും ഓർമ്മിച്ചിരിക്കുകയാണ്. ഇനി വിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഈസ് മീഥൈൽ എസ്റ്റർ ഓഫ്? ഇത് നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ്, ആവർത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കണം എന്താണത്? അസ്പാർട്ടേം. വെജിറ്റബിൾ ഓയിൽസിൽ വിച്ച് പ്രിസർവേറ്റീവ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ വെജിറ്റബിൾ ഓയിൽസ്? എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. മറക്കരുത്. സോഡിയം, ഇപ്പോൾ നിങ്ങൾ സോഡിയം ബെൻസോയിഡിൻ്റെ സാധനം കണ്ടുകൊണ്ട് എഴുതാൻ സാധ്യതയുണ്ട്. വെജിറ്റബിൾ ഓയിൽസിലോടൊപ്പം ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ NaCl. ഓക്കെ, which category of food additives is used for adding minerals, vitamins and amino acids? അത് ഫുഡ് കളേഴ്സ് ആയിരിക്കില്ല, ഫ്ലേവേഴ്സ് ആൻഡ് സ്വീറ്റ്നസ് ആയിരിക്കില്ല, ഫാറ്റ് എമൽസിഫയേഴ്സോ സ്റ്റെബിലൈസിങ് ഇതിൻ്റെ ആയിരിക്കില്ല, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആയിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നവയായിരിക്കും അവ. 550 തവണ കെയിൻ ഷുഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ 550 times ഷുഗർ മധുരമുള്ള ആരാ? സാക്കറിൻ. മറക്കരുത്, 550 times. അസ്പാർട്ടേം എത്രയാണെന്ന് ഓർമ്മ വരണം, അലീറ്റേം എത്രയാണെന്ന് ഓർമ്മ വരണം, സാക്കറിൻ എത്രയാണെന്ന് ഓർമ്മ വരണം. ഇതെല്ലാം മനസ്സിലുണ്ടാവണം. Which preservative is commonly used in the form of its calcium or potassium salt? കാൽഷ്യം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഉപയോഗിക്കുന്ന സാധനം പൊട്ടാസ്യം സോർബേറ്റ്. മറക്കരുത്, ഇമ്പോർട്ടൻറ്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം സോർബേറ്റ് is commonly used in the form of its calcium അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടിന്റെ രൂപത്തിൽ ഉപയോഗിക്കുന്ന സാധനം ഏതാ? പൊട്ടാസ്യം സോർബേറ്റ്. This is very very important. This is very very important. അടുത്ത ക്വസ്റ്റ്യൻ. Which artificial sweetener is used mainly in cold foods and cold foodsലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഉപയോഗിക്കുന്ന സാധനം? കുക്കിംഗ് ടെമ്പറേച്ചറിൽ അൺസ്റ്റേബിൾ ആയ സാധനം പറഞ്ഞ കാര്യമാണ്. അതാ അസ്പാർട്ടേം. മറക്കരുത്. ട്രൈക്ലോറോ ഡെറിവേറ്റീവ് ഓഫ് സുക്രോസ്. ആ പേര് സിമിലർ ആയിട്ടുള്ള സാധനമാണ്, നേരത്തെ കൂടെ പറഞ്ഞേ ഉള്ളൂ. എന്താണത്? സൂക്രലോസ്. Which artificial sweetener is stable at cooking temperature? പക്ഷേ കലോറി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന സാധനം ഏതാ? സുക്രലോസ്. കുക്കിംഗ് ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയ സാധനം സുക്രലോസ് ആണ്. പക്ഷെ എന്ത് പ്രൊവൈഡ് ചെയ്യില്ല? കലോറി പ്രൊവൈഡ് ചെയ്യില്ല. Which category of food additives is primarily used for enhancing the taste and flavor of food products? ഫുഡ് പ്രോഡക്ട്സിന്റെ ടേസ്റ്റും ഫ്ലേവറും കൂട്ടാൻ സഹായിക്കുന്ന സാധനത്തെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ഫ്ലേവേഴ്സ് ആൻഡ് സ്വീറ്റ്നസ്. സംശയമില്ലാത്ത കാര്യമാണത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാൽഷ്യത്തിൻ്റെയും ആ രൂപത്തിൽ കാണുന്നവ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ തിരിച്ച് നോക്കുക. നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെക്ഷനും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയ സെക്ഷനുമാണ് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിസർവേറ്റീവ്സ്. ഇതിലെ ക്വസ്റ്റ്യൻസ് ചില സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിക്കുമ്പോൾ എപ്പോഴും പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്വീറ്റ്നസ് ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ നോക്കിയിട്ട് പോവുക. ഈ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം മതി ഇതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ. താങ്ക് യു.